ഡൽഹിയിൽ CJPയുടെ നേതൃത്വത്തിൽ നടന്ന വിദ്യാർത്ഥി സമരം വിജയിച്ചു. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. ആലപ്പുഴയ്ക്കുമുണ്ട് ഒരു വിദ്യാർത്ഥി സമരത്തിന്റെ വിജയഗാഥ. വിദ്യാർത്ഥി സമരങ്ങൾക്ക് മുന്നിൽ സർക്കാരുകൾ മുട്ടുമടക്കിയ നിരവധി സംഭവങ്ങളാണ് ലോക ചരിത്രത്തിലേറെ. അതിൽ ഏറ്റവും ഒടുവിലത്തേതാണ് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി. ആസാമിലെ വിദേശ പൗരന്മാരുടെ പ്രശ്നത്തെ ചൊല്ലി നടന്ന രക്തരൂക്ഷിതമായ വിദ്യാർത്ഥി പ്രക്ഷോഭം, ഗുജറാത്തിൽ ചിന്മൻഭായ് പട്ടേൽ വിരുദ്ധ വിദ്യാർത്ഥി സമരം, VP സിംഗ് സർക്കാർ മണ്ഡൽ കമ്മീഷൻ നടപ്പാക്കുന്നതിനെതിരെ നടന്ന വിദ്യാർത്ഥി സമരം തുടങ്ങി ഒട്ടേറെ വിദ്യാർത്ഥി സമരങ്ങളുടെ കഥ ഇന്ത്യയിലും നടന്നിട്ടുണ്ട്. കേരളത്തിലും പ്രത്യേകിച്ച് ആലപ്പുഴയിലുമുണ്ട് ഒരു വിദ്യാർത്ഥി സമരത്തിന്റെ വിജയഗാഥ. 1957 അധികാരത്തിൽ വന്ന EMS സർക്കാരിനെതിരെ കോൺഗ്രസ് അനുകൂല വിദ്യാർത്ഥികൾ ആലപ്പുഴയിൽ തുടങ്ങിയ സമരം പതുക്കെ കേരളമാകെ വ്യാപിച്ചു. അന്ന് KSU രൂപം കൊണ്ടിട്ടില്ല. കുട്ടനാട്ടിൽ നിന്ന് ആലപ്പുഴയിൽ ബോട്ടിലെത്തുന്ന വിദ്യാർത്ഥികളുടെ യാത്രാക്കൂലി കാലണയിൽ നിന്ന് ഒരണയായി വർദ്ധിപ്പിക്കാൻ EMS സർക്കാർ തീരുമാനിച്ചു. ഇതിനെതിരെ വയലാർ രവി, PK കുര്യാക്കോസ് എന്നിവരുടെ നേതൃത്വത്തിൽ കോൺഗ്രസിലെ വിദ്യാർത്ഥി നേതാക്കൾ ആലപ്പുഴ പട്ടണത്തിൽ സമരം ആരംഭിച്ചു. പോലീസുമായുള്ള ഏറ്റുമുട്ടലുകൾ നിത്യസംഭവമായി. സമരം പതുക്കെ മറ്റിടങ്ങളിലേക്കും വ്യാപിക്കാൻ തുടങ്ങി. കോട്ടയത്ത് ഉമ്മൻചാണ്ടി എന്ന വിദ്യാർത്ഥി നേതാവ് സമര നേതൃത്വം ഏറ്റെടുത്തു. തിരുവനന്തപുരത്തേക്കും കൊച്ചിയിലേക്കും സമരം വ്യാപിച്ചു. വിദ്യാലയങ്ങൾ അടഞ്ഞു തുടങ്ങി. ചാർജ് വർധന പിൻവലിക്കാതെ ചർച്ചയ്ക്കില്ലെന്ന നിലപാടിൽ സമരക്കാർ ഉറച്ചുനിന്നു. വിദ്യാർത്ഥികളും പോലീസും തമ്മിലുള്ള സംഘർഷം വ്യാപകമായതോടെ ചാർജ് വർധന സർക്കാർ പിൻവലിക്കുകയായിരുന്നു. അതാണ് ചരിത്രത്തിന്റെ ഭാഗമായ ഒരണ സമരം.